മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഈ പ്രഭാത വിരുന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. ആ അവസ്ഥയെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഒരു ജീവിതമാണ്, ഒരു ജീവനാണ് നമുക്ക് പുതുമയായിട്ട് നൽകിയത്. ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുവാനായിട്ട്, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുവാനായിട്ട്, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ എല്ലാം ഒന്ന് ഇന്നേ ജീവിതം നടത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഇന്നത്തെ ദിവസത്തെ എല്ലാ പ്രവർത്തന മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് തമ്പുരാനോട് കൂടെ ആയിരുന്നുകൊണ്ട് നമുക്ക് തമ്പുരാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ട് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഓരോ ദിവസവും ദൈവം നൽകുന്ന വലിയ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ജീവനാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് കൂടെ ആയിരുന്നുകൊണ്ട്, ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടൊക്കെ നമുക്ക് പരിശ്രമിക്കാം. സർവ്വചരാചരങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം നമ്മൾ കേൾക്കുക. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മളിലൂടെ ഈ ജനത അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. കേൾക്കുന്ന വചനം നമ്മളിൽ പ്രാവർത്തികമാക്കിയാൽ തുടർന്ന് മറ്റുള്ളവരിലേക്ക് നമ്മൾ വചനത്തിലൂടെയോ അതുപോലെ തന്നെ പ്രവൃത്തികളിലൂടെയോ നമ്മൾ പകർന്നു കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവവചനം കേട്ടുകൊണ്ട് സർവ്വചരാചരങ്ങളോടൊപ്പം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇന്ന് വചനം കേൾക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. അമ്മ എന്നും വചനം കേട്ടുകൊണ്ട് ശാന്തമായി കൃപയിലായിരുന്നു കൊണ്ടാണ് വചനമെല്ലാം കേട്ടത്. ആ വചനം കേട്ട് അന്വർത്ഥമാക്കിയ പരിശുദ്ധ അമ്മ നമുക്കൊക്കെ ഒരു മാതൃകയാണ്, മധ്യസ്ഥയാണ്. ഈ പ്രഭാത വിരുന്നിൻ്റെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് വചനം കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട്, തമ്പുരാനോട് കൂടെ ആയിരിക്കുവാനായിട്ട് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ടുകൊണ്ട് നമ്മളെയും കൂടുതലായിട്ട് ആഴങ്ങളിലേക്ക്, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക്, ലോകത്തിൻ്റെതായ വ്യാമോഹങ്ങളിലേക്കല്ല, മറിച്ച് ദൈവികമായ ചിന്തയിലേക്കും ദൈവികമായ പ്രവൃത്തിയിലേക്കും നമ്മെ നയിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിസമയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. ഇന്നത്തെ ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് യുവതിയുവാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പലപ്പോഴും യുവതിയുവാക്കന്മാരെ നമ്മൾ നെഗറ്റീവായിട്ടൊക്കെ കാണാറുണ്ടാവായിരിക്കാം. അവർ മദ്യപാനത്തിലും മയക്കുമരുന്നിലൊക്കെയാണ് അടിമപ്പെട്ടിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ബോധ്യങ്ങളില്ലാത്തതാണ്. അവർക്ക് ബോധ്യങ്ങൾ പലപ്പോഴും കുറയുന്നു,
അല്ലെങ്കിൽ ബോധ്യങ്ങളെല്ലാം മാറുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിൻ്റെതായ ബോധ്യങ്ങളിലേക്കാണ് അവരൊക്കെ കടന്നു പോവുക. അവരുടെ ബോധ്യങ്ങൾ നല്ലൊരു ബോധ്യത്തിലുള്ള ഉദയമായി മാറ്റുവാനായിട്ട്, നന്മയുടെ ബോധ്യങ്ങളായി മാറുവാനായിട്ട്, അതിൽ ഉദിച്ചു നിൽക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ബോധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശക്തരായ, ധീരരായ യോദ്ധാക്കളായിട്ട് മാറുവാനായിട്ട് യുവതി യുവാക്കന്മാരെല്ലാവരും തന്നെ അങ്ങനെ ഒന്ന് മാറി സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിയോഗം അതായി മാറട്ടെ. ബോധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന യുവതി യുവാക്കന്മാരായിട്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനത്തിലേക്കും വചനവിചിന്തനത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനം ശ്രവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ വചനത്തിൻ്റെ ആഴങ്ങളും പരപ്പുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അത് വേണ്ടത്ര രീതിയിൽ നമുക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, സഹായകനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളെ ശക്തരാക്കണമേ, വചനം കേൾക്കുവാനും ആ വചനം, കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൃപയാൽ നിറയാൻ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഈ ശുശ്രൂഷ വേളയിലും ശുശ്രൂഷ കഴിഞ്ഞിട്ടുള്ള പ്രവർത്തന മേഖലയിലും ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിലേക്കും വചനവിചിന്തനത്തിലേക്കും ഞങ്ങൾ പ്രവേശിക്കുന്നു. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സങ്കീർത്തനം 51 അധ്യായം 11 തിരുവചനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അവിടുത്തെ സന്നിധിയിലായിരിക്കുവാനായിട്ട് കൃപ എനിക്ക് നീ നൽകണമേ. അവിടുത്തെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്, എന്നിലുള്ള കൃപ നീ എടുത്തു കളയരുത് എന്നാണ് അവിടെ നിന്ന് ചോദിക്കുന്നത്. പലപ്പോഴും കൃപ കിട്ടിയിട്ട് നമ്മൾ പലപ്പോഴും കൃപ കളഞ്ഞ് കുളിക്കുന്ന വ്യക്തികളായിട്ട് മാറാറുണ്ട്. കൃപ നഷ്ടപ്പെടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാറുണ്ട്. കൃപ നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? വിശുദ്ധിയില്ലാതെ വരുമ്പോഴാണ് കൃപ നഷ്ടപ്പെടുന്നത്. ഇനി വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മാനസാന്തരത്തിൻ്റെ പരിവർത്തനത്തിലൂടെയൊക്കെ നമുക്ക് വിശുദ്ധി നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. കൃപ കിട്ടിയ ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബൈബിളിൽ. അബ്രാഹാം കൃപ കിട്ടിയതാണ്. അവസാനം വരെ കൃപയിൽ ജീവിച്ച വ്യക്തിയാണ്. മോശ കൃപ കിട്ടിയതാണ്. ഇസ്രായേലിന് മുഴുവൻ ദൈവം കൃപ കൊടുത്തതാണ്. നമുക്ക് 1-2 എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. സാംസന്റെ നിയമാവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 13 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സാംസന്റെ ഉത്ഭവം തന്നെ. അതായത് സാംസൺ ജനിക്കുന്നത് ഒരു വാർദ്ധക്യത്തിൽ, അതും വന്നി എന്ന് പറഞ്ഞിരുന്ന ഒരു അമ്മയിൽ നിന്നാണ് സാംസൺ ജനിക്കുന്നത് തന്നെ. അങ്ങനെ ആയിരിക്കുന്ന സാംസന്റെ അമ്മയോട് പറയുന്നുണ്ട്, ഇവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി വെക്കരുത്, ഇവൻ്റെ മുടി മുറിക്കരുത്, ഇവനിൽ ശക്തിയുണ്ട്, കൃപയുണ്ട്, ആ കൃപ ക്ഷൗരക്കത്തി വഴിയായിട്ട് നഷ്ടപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സാംസൺ വളർന്നു, എല്ലാ ശക്തിയോടും കൂടിയിട്ട്, എല്ലാ തേജസ്സോടും കൂടിയിട്ട് അവൻ ജീവിച്ചു പോയി. പക്ഷേ ഒരിക്കൽ വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ എല്ലാ ശക്തിയും ചോർന്നു. ആ ശക്തി ചോർന്നപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എനിക്ക് ശക്തി, കൃപ വീണ്ടും തരണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ വീണ്ടും കിട്ടിയില്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക് വേണ്ടി തൻ്റെ ദൈവ കൃപ അവൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക് വേണ്ടി അവൻ തൻ്റെ ദൈവകൃപ ഇത്രനാളും തൻ്റെ മാതാപിതാക്കന്മാരിലൂടെ, അതും അത്ഭുതങ്ങളിലൂടെ നടന്നു വന്ന ആ സാംസൺ
ഒരു സ്ത്രീക്ക് വേണ്ടി, ഏതൊരു സ്നേഹത്തിന് വേണ്ടി അവൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അതുവഴിയായിട്ട് അവൻ്റെ കൃപ എന്നേക്ക് നഷ്ടപ്പെട്ടു. അവനും അവിടെ അവസാനിക്കുന്നു. സോളമൻ രാജാവിനെ പറ്റി നമുക്കറിയാം. 3-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. സോളമൻ ദാവീദ് രാജാവ് തൻ്റെ ഒരു മകൻ മരിച്ചപ്പോൾ ആ മകൻ മരിക്കാതിരിക്കാൻ വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. പക്ഷേ മരണം അത് അവനെ കൊണ്ടുപോയി എന്നുള്ളതാണ്. സ്വന്തം മകനെ കൊണ്ടുപോയി. പക്ഷേ രണ്ടാമത് ഒരു മകനെ ദൈവം കൊടുത്തു എന്നുള്ളതാണ്. അതാണ് സോളമൻ. ആ സോളമൻ ജീവിച്ചു കഴിഞ്ഞപ്പോഴേ സോളമൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനായിട്ട് എനിക്ക് കൃപ ലഭിച്ചു. പക്ഷേ ഞാൻ ഒന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്. അവൻ പൂജാഗിരിയായ, ഏറ്റവും വലിയ പൂജാഗിരിയായിട്ടുള്ള സ്ഥലത്തേക്ക് അവൻ പോയിക്കൊണ്ട് 1000 ദഹനബലി അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ഒരു കാര്യം മാത്രം ചോദിക്കുന്നുണ്ട്. നീതി നിർവഹണത്തിനായിട്ട്, നന്മയും തിന്മയും തിരിച്ചറിയുന്ന നീതി നിർവഹണത്തിനായിട്ട് ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ എന്ന് പറയുന്നുണ്ട്. ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ എന്ന് ദൈവം സമൃദ്ധമായിട്ട് കൊടുത്തു. അവൻ്റെ ജീവിതത്തിൽ വേണ്ടിയിട്ടല്ല ദൈവം കൊടുത്തത്, തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ട്, തൻ്റെ ജനത്തിന് വേണ്ടി നീതി നിർവഹണം നടത്തുവാനായിട്ട് സോളമനെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം അവിടുന്ന് പറയുകയാണ്, നീ മറ്റൊന്നുമല്ല ചോദിച്ചത്, സ്വർണമോ മറ്റുള്ള വിഭവങ്ങളല്ല ചോദിച്ചത്, ശത്രു സംഹാരമൊന്നുമല്ല നീ ചോദിച്ചത്, സ്വർണമല്ല നീ ചോദിച്ചത്, രാജ്യമല്ല നീ ചോദിച്ചത്, തൻ്റെ ജനത്തെ നയിക്കുവാനായിട്ടുള്ള നീതി നിർവഹണത്തിന് വേണ്ട ജ്ഞാനവും വിവേകവുമാണ് ചോദിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം അവിടെ നിന്ന് നൽകുകയാണ് ചെയ്യുന്നത്, അതും സമൃദ്ധിയായിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ സോളമൻ തൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി. സോളമൻ തൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്, തന്നിലുണ്ടായിരുന്ന കൃപ നഷ്ടപ്പെടുത്തി. കൃപയിൽ അവൻ മാറിപ്പോയി എന്നുള്ളതാണ്. അവന് കിട്ടിയിരുന്ന ഈ ലോകത്തിൽ വെച്ചിട്ട് അവന് എല്ലാ വ്യക്തികളെക്കാളും ഏറെ കിട്ടിയ ജ്ഞാനവും വിവേകവും അവൻ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തി. അതോടുകൂടി അവൻ്റെയും ആ ഒരു കാലം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ദാവീദ് മാത്രം, ദാവീദിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു നഷ്ടപ്പെടലുണ്ടായിരുന്നു. വിശുദ്ധിയില്ലാതെ അവൻ്റെ ജീവിതവും ഇതുപോലെ നഷ്ടപ്പെട്ടു. അവന് കിട്ടിയിരിക്കുന്ന കൃപ അവൻ നഷ്ടപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എടുത്തു മാറ്റുകയല്ല, അവൻ തന്നെ എടുത്ത് കളയുകയാണ് ചെയ്തത്. ആ വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ അവനിലുണ്ടായിരുന്ന ആദ്യം മാനസാന്തരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാവീദ് ദിവസങ്ങളോളം തൻ്റെ മകന് വേണ്ടി താഴെ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഭക്ഷണം കഴിക്കാതെ കുളിക്കാതെ ഒക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു തൻ്റെ മകനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കേട്ടത്, തൻ്റെ സേവകർ വന്ന് പറയുന്നു, മകൻ മരിച്ചു എന്ന് പറയുന്നു. അവൻ ചെയ്ത പ്രവൃത്തി അവൻ അവിടുന്ന് എഴുന്നേൽക്കുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ അവിടുന്ന് എഴുന്നേൽക്കുന്നത്. സാധാരണ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത് മരണം മൂലം വരുന്ന ദുഃഖമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാതെ വരുന്നത്. അവൻ അവിടുന്ന് എഴുന്നേൽക്കുന്നു, സ്നാനം നടത്തുന്നു, അതായത് കുളിക്കുന്നു, അവൻ തൈലം പുരട്ടുന്നു, അവൻ ദേവാലയത്തിലേക്ക് പോകുന്നു. അവൻ പറഞ്ഞു, എനിക്ക് കിട്ടേണ്ട കൃപ കിട്ടണമെങ്കിൽ ഞാൻ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോഴാണ് ദൈവം എന്നെ ഉൾക്കൊള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദൈവം എന്നെ ചേർത്ത് പിടിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ദേവാലയത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാനായിട്ട് അവൻ തയ്യാറാകുന്നു. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവൻ തൻ്റെ അടുക്കിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അവിടെയാണ് അവന് കൃപ വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചത്. തൻ്റെ വിശുദ്ധി തെറ്റിപ്പോയി, അല്ലെങ്കിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവൻ പിന്നെയും ആ വിശുദ്ധി പ്രാപിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന്, ഞാൻ തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് അവൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ദൈവകൃപ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുന്നതെന്ന് പറയുന്നത്. ദാവീദിന് ദൈവകൃപ വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചു. മറ്റുള്ളവർക്കൊക്കെ ദൈവകൃപ നഷ്ടപ്പെട്ടു, അത് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ദാവീദിന് വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചു. അതിന് രണ്ട് കാരണമുള്ളൂ. ഒന്ന് മാനസാന്തരവും, അതായത് ഒരു വിശുദ്ധിയും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണം. അവനോട് കൂടെ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ, ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള ഒരു മനസ്സുണ്ടാകണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അടുക്കലായിരിക്കുമ്പോഴേ കൃപ കിട്ടുകയുള്ളൂ. ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോഴേ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുകയുള്ളൂ. പലപ്പോഴും നമുക്ക് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, നമുക്കറിയാം ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, പാപം ചെയ്യാനായിട്ടുള്ള പ്രലോഭനം ഉണ്ടാകുന്നത്. ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ
പ്രലോഭനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ പ്രലോഭനമുണ്ടായി. 40 ദിനരാത്രങ്ങളൊക്കെ ഉപവസിച്ചവൻ. അത് കഴിഞ്ഞപ്പോൾ അവൻ പിശാചിൻ്റെ വാക്ക് കേൾക്കുകയല്ല ചെയ്ത്, അനുസരിക്കുകയല്ല ചെയ്ത്. പക്ഷേ പ്രലോഭനത്തിന് ഒന്ന് തയ്യാറാകുന്നു. പക്ഷേ അവിടെ അവൻ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ദൈവം കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നല്ല വചനം വെച്ചുകൊണ്ട് പ്രലോഭകനെ ആയ പിശാചിനെ അവൻ ഓടിപ്പിക്കുന്നതിന്. അവിടെ അതുപോലെ ആയിരിക്കണം. ദൈവം കൂടെ ഉണ്ടെന്നുള്ളത്, ദൈവം മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നടത്തുന്നത്. ദൈവത്തിൻ്റെ കൃപ നമുക്കറിയാം. മർത്താ മറിയത്തിൻ്റെ ജീവിതത്തിൽ ആ കൃപ ആർക്കാണ് ഉള്ളത് എന്ന് വ്യക്തമായിട്ട് യേശു മർത്തായോട് പറയുന്നുണ്ട്. മർത്ത, മർത്ത, നീ പല കാര്യങ്ങളിലും വ്യഗ്രചിത്തയാണ്. ഓടി നടന്ന് കുറേ കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നുണ്ട്. നീ ദൈവത്തിൻ്റെ കൂടെയാണോ? എന്നാൽ മറിയം ദൈവത്തിൻ്റെ കൂടെയാണ്. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. അത് അവളിൽ നിന്ന് ഒരിക്കലും എടുക്കപ്പെടുകയില്ല. നീ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെയാണ്, എന്തൊക്കെ ശരിയാണ്. നീ ലോകത്തിൻ്റെതായ വ്യാമോഹങ്ങളിലൊക്കെ അടിമപ്പെട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്യും. പക്ഷേ ദൈവത്തിൻ്റെ കൂടെയായിരുന്നു പരിശുദ്ധ കന്യകാമറിയമായിരുന്നു. ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ടാണ് കൃപ ലഭിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാവീദ് ദൈവത്തിൻ്റെ കൂടെ അടുക്കിലേക്ക് ചെന്നപ്പോഴാണ് കൃപ വീണ്ടെടുക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് പറയുക, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവകൃപ നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ നിറയുവാനായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് കൃപയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറട്ടെ. തെറ്റിപ്പോയിട്ടുണ്ടാകാം, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടാവാം. അതൊന്ന് തമ്പുരാനോട് ഏറ്റു പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് കുമ്പസാരം എന്ന കുദാശയിലൂടെയോ വിശുദ്ധ കുർബാനയിലൂടെയോ ആ യേശുവിനോടൊപ്പം ആയിരിക്കുവാനായിട്ട് നമുക്ക് ഇന്നേ ദിവസം പരിശ്രമിക്കാം. ഈ പ്രഭാതത്തിൽ നമുക്കതിനു വേണ്ടിയിട്ട് ഒരു നല്ല തീരുമാനമെടുക്കാനായിട്ട് സാധിക്കട്ടെ. ഒരു പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നേ ദിവസത്തെ നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു വലിയ മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് പരിശ്രമിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മളിലുള്ള കുറവുകളെ, നമ്മളിലുള്ള നിറവുകളെ എല്ലാം തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിലേക്ക്, സകല വിശുദ്ധരുടെ, സകല മാലാഖന്മാരുടെ ആ വലിയ സ്വർഗീയ വൃന്ദത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്നു. സ്വർഗം തന്നെ നമ്മോട് കൂടെ ആയിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മോട് കൂടെ വസിക്കുവാനാണ്. ദൈവം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എമ്മാനുവേൽ എന്നുള്ള അർത്ഥം തന്നെ അത് തന്നെയാണല്ലോ നമ്മളെ സൂചിപ്പിക്കുക. ദൈവം നമ്മോട് കൂടെ, സ്വർഗം നമ്മോടുകൂടെ, സകല മാലാഖന്മാരും സകല വിശുദ്ധരും നമ്മളോട് കൂടെ. ആ ത്രിത്വൈക ദൈവം നമ്മോടുകൂടെ. ആ ത്രിത്വൈക ദൈവ തമ്പുരാൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുക. നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ പാരീഷിലെ വിശുദ്ധരെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കാവൽ മാലാഖന്മാരെ നമുക്കൊന്ന് ഓർക്കാം. അവരുടെ സന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ദിവസം, തുടർന്നുള്ള ദിവസങ്ങളും ഏറ്റവും സമ്പന്നമായി തീരുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപ ലഭിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആ ദൈവം, ത്രിത്വൈക ദൈവം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
സ്നേഹത്തിൻ തണലേകി അണയുന്നവൻ എൻ സഹനങ്ങളിൽ പൊള്ളും തീച്ചൂളയിൽ എന്നും തെളിനീരു നൽകാൻ അണയുന്നവൻ അവൻ മമ നായകൻ എൻ വഴിയായവൻ എന്നെ താഴാതെ താങ്ങുമെന്നീശോ അവൻ മമ നായകൻ എൻ വഴിയായവൻ എന്നെ താഴാതെ താങ്ങുമെന്നീശോ ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരുമാക്കാൻ അണയുന്നവൻ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, പരിശുദ്ധ പാപ്പായോട് ചേർന്ന് നിന്നുകൊണ്ട്, പരിശുദ്ധ പാപ്പായുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട്, സകല കർദിനാൾമാരോടും സകല മെത്രാൻ സംഘത്തോടും മെത്രാപോലിത്തന്മാരോടും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട്, സകല പുരോഹിതരോടും സന്യാസിനികളോടും ചേർന്ന് നിന്നുകൊണ്ട് ആ ത്രിത്വിക ഈശ്വരൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മിലേക്ക് വന്ന് വസിക്കുന്ന നിമിഷം, പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നിമിഷം, ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ആ വലിയ കൃപ പ്രാപിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. ഇന്ന് കൃപയുടെ ദിനമായി നമുക്ക് മാറട്ടെ, കൃപ നിറഞ്ഞ വ്യക്തികളായിട്ട് നമ്മൾ മാറട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ത്രിത്വിക ഈശ്വരൻ്റെ അനുഗ്രഹവും ആശീർവാദവും സഭയോടും സഭയിലെ എല്ലാ വ്യക്തികളോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിയ കൂടാരങ്ങളിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നമുക്കൊന്ന് ഓർക്കാം. മരിയ കൂടാരങ്ങളിലായിരുന്നുകൊണ്ട്, പ്രാർത്ഥന കൂടാരങ്ങളിലായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും നമുക്കൊന്ന് ഓർക്കാം. അവർക്കു വേണ്ടിയും അതുപോലെ തന്നെ ഗുഡ്നസ് ടി വിയിലെ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട്, വചനം കേൾക്കാത്ത വ്യക്തികളിലേക്ക് എത്തിക്കുവാനായിട്ട് ഒത്തിരിയേറെ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട്, പിന്നണിയിലും മുന്നണിയിലും നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിനായി ഇന്ന് ഒരു ജപമാലയെങ്കിലും ചൊല്ലിക്കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഏറ്റവും ധന്യമായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്നേ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും, എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.